𝗙𝗔𝗥𝗘𝗗 പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് വാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. 𝗙𝗤𝗕 ലൈറ്റ് ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. 1.28 LCD TFT ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് കൂടെയാണ്. 1500 രൂപയ്ക്ക് താഴെ ഈ ഒരു വാച്ച് ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതൊരു ഇൻട്രൊഡക്ടറി ഓഫറാണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു വാച്ച് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഡീലും ഓഫേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ സ്മാർട്ട് വാച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു വാച്ച് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ ഇതൊരു റൗണ്ട് ഡയലോഡ് കൂടിയാണ് ഈ ഒരു വാച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ ഈ ഒരു വാച്ചിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ക്വിക്കായിട്ട് കാണാം. ബോക്സിന് മുൻവശത്തായിട്ട് നമുക്ക് ഓൾട്ടിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന നിലയ്ക്ക് ബോക്സിന് മുകളിലായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ബോക്സിന് മുകളിലായിട്ട് നമുക്ക് 𝗕𝗔 𝗕𝗂𝗔𝗽യുടെ ഇമേജ് കാണാനായിട്ട് പറ്റും. 240x240 പിക്സൽസ് റെസൊല്യൂഷൻ ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ച് വഴി കോള് റിസീവ് ചെയ്യാനും അതുപോലെ കോള് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിൻ്റെ MRP വരുന്നത് 8499 ആണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട് 1499 ആണ് ഇപ്പോൾ ഈ ഒരു വാച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾട്ടിൻ്റെ ബോക്സിൻ്റെ ഡിസൈൻ ഓൾവേസ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ അവരുടെ ബ്രാൻഡ് അംബാസഡർ 𝗕𝗔 𝗕𝗂𝗕 ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു ബോക്സ് ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ 𝗙𝗤𝗕 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ 2 ആഴ്ച മുമ്പ് റിലീസായിരുന്നു. അതിൻ്റെ ഒരു മിനി വേർഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞിട്ടാണ് ഈ ഒരു വേരിയൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാച്ച് ഇതേപോലെ പുറത്തേക്ക് എടുക്കുകയാണ്. IP67 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. അപ്പോൾ നമ്മുടെ പക്കലുള്ളത് ഇതിൻ്റെ ജെറ്റ് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വാച്ച് ഇതേപോലെ കാണാനായിട്ട് പറ്റും. പിന്നെ വാച്ച് അല്ലാതെ ഇതിൽ വരുന്നത് ആസ് യൂഷ്വൽ കുറച്ച് സ്റ്റിക്കർ വർക്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു വാറണ്ടി കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു യൂസർ മാനുവലാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഈ ഒരു വാച്ചിൻ്റെ ബോഡി മെറ്റീരിയൽ വരുന്നത് പോളികാർബണേറ്റ് ആണ്. അതുപോലെ സ്ട്രാപ്പ് സിലിക്കൺ സ്ട്രാപ്പാണ്. 22 mm സിലിക്കൺ സ്ട്രാപ്പാണ് ഇതിൽ വരുന്നത്. ബാറ്ററി ലൈഫിനെ പറ്റി പറയുമ്പോൾ 230 mAh ബാറ്ററിയാണ് ഇതിൽ കിട്ടുക. ബാറ്ററി ലൈഫ് നമുക്കൊരു 5 days വരെയൊക്കെ തീർച്ചയായിട്ടും കിട്ടും നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇനി ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പരമാവധി 2 ദിവസം മാത്രമേ ബാറ്ററി ലൈഫ് കിട്ടുകയുള്ളൂ. വാച്ച് പെയർ ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്. ടേൺ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പിലേക്ക് ചെന്ന് ആഡ് എ ഡിവൈസ് എന്നുള്ള ബട്ടണിൽ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ വാച്ച് ഇതിൽ ഫൈൻഡ് ഔട്ട് ആകും. 𝗙𝗤𝗕 ലൈറ്റ് ആണ്. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് കണക്റ്റ് ആയിട്ട് കിട്ടും. കുറച്ച് ബേസിക് സെറ്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വാച്ചുമായിട്ട് ഇത് പെയർ ആയിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ചെയ്യുന്നതിനായിട്ട് ഇത് ഫോൺ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നോട്ടിഫിക്കേഷൻ പെർമിഷൻസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് വാച്ചിൽ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ആപ്പിൽ വരുന്നത് വാച്ച് ഫേസസ് മാനേജ് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ മാനേജ് ചെയ്യാം, അലാം സെറ്റ് ചെയ്യാം, പിന്നെ ഷട്ടർ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമുക്കിതിൽ ഹെൽത്ത് മോണിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണാനായിട്ട് പറ്റും. സ്റ്റെപ്പ് കൗണ്ട്, സ്ലീപ്പ് മോണിറ്റർ, ഹാർട്ട് റേറ്റ് മോണിറ്റർ, SpO2 മെഷർമെൻറ്റ്, ബ്ലഡ് ഓക്സിജൻ, ഔട്ട്ഡോർ റണ്ണിംഗ് റിലേറ്റഡ് ഡീറ്റെയിൽ അതെല്ലാം ഇതിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ മിസ്റ്റി ഗ്രേ കളർ വേരിയൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ പിങ്ക് കളേഴ്സ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ബ്ലഷ് പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു കളർ വേരിയൻറ്റിലും ഈ ഒരു വാച്ച് വാങ്ങിക്കാനായിട്ട് പറ്റും. നമ്മൾ മുകളിൽ നിന്ന് ഇതേപോലെ താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ ക്വിക്ക് മെനു ഇവിടെ കാണാനായിട്ട് പറ്റും. സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാം. അതുപോലെ ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വൈബ്രേഷൻ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അബൌട്ട് സെക്ഷൻ കാണാൻ പറ്റും. പിന്നെ തിയേറ്റർ മോഡിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് പവർ സേവിംഗ് മോഡും എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. സെറ്റിംഗ്സിലേക്ക് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഓപ്ഷൻ ഉണ്ട്. അലാം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെനു വ്യൂ സെറ്റപ്പ് ചെയ്യാം. ബ്രൈറ്റ്നസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ടച്ചൊക്കെ വളരെ സ്മൂത്താണ് കേട്ടോ. പിന്നെ ഫോൺ കോൾസ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. കോൾ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. വൈബ്രേഷൻ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. തിയേറ്റർ ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ വൈബ്രേഷൻ ഓഫായി ബ്രൈറ്റ്നസ് ഒക്കെ റെഡ്യൂസ് ആകുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. പവർ ഓഫ് ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ എബൌട്ട് സെക്ഷൻ കാണാൻ പറ്റും. QR കോഡ് ഉണ്ട്. QR കോഡിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ആപ്പ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇത് സ്കാൻ ചെയ്തുകൊണ്ടാണ് ആപ്പ് സെറ്റപ്പ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേറ്റാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ എല്ലാ മെനും ഇതേപോലെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് സെൻറ്ററിൽ വരും. അത് നമുക്ക് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്സ് കൗണ്ടും അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതൊക്കെ ഇവിടുന്ന് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ ഫേസ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ? ഇങ്ങനെ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ആപ്പ് വഴി 100-ലധികം വാച്ച് ഫേസസ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഏത് ഫേസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇതിൽ ടാപ്പ് ചെയ്ത്
സെറ്റപ്പ് ചെയ്യാം. ഇനി ഇതിലൂടെ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനായിട്ട് ആപ്പിൽ ചെന്നിട്ട് ഈ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫേവറേറ്റ് കോൺടാക്ട്സ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു കോൺടാക്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു കോൺടാക്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ ഒരു നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതിൽ കോൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കോളിൻ്റെ ഐക്കൺ കാണാനായിട്ട് പറ്റും. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിതിൽ റീസെൻറ്റ് കോൾസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഡയൽ പാഡ് ഉണ്ട്. അതായത് നമ്പർ ഡയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇഷ്ടമുള്ള നമ്പർ നമുക്ക് ഡയൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല നമ്മൾ ഓൾറെഡി കോൺടാക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്ട്സ് ഇതേപോലെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്താൽ ഇതേപോലെ കാണാം. ഇപ്പോൾ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്പീക്കർ ടേൺ ഓൺ ചെയ്യാനും വോളിയം മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഈ ഒരു വാച്ചിൽ സൗണ്ടാണ് കേട്ടോ. മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഹലോ ഹലോ, ആ രഞ്ജിത്ത് സാർ അല്ലേ? ഒന്ന് കൊടുക്കാവോ? ഞാൻ വേറൊരു നമ്പർ തരാം, അതിക്ക് വിളിക്കുവോ? ഓക്കെ. ഇതാരാണ്? വൈഫാണോ? ആ ശരി ശരി, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചോളാം. ശരി ശരി. ഓക്കെ. അപ്പോൾ നമ്മുടെ കോള് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് പോയത്. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ശബ്ദം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. നല്ല വോയിസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോഴുള്ള ഫീൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ഡിസൈനൊക്കെ വരുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ വാച്ചിൻ്റെ പിറകുവശം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഓൾട്ടിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. അതുപോലെ കുറേ സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ബിൽറ്റ് ഇൻ സ്പീക്കർ ഉണ്ട്, ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ കോളിംഗ് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ സെൻസേഴ്സൊക്കെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിവിടെ ഇതേപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഫിക്സ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. 𝗙𝗕𝗂𝗏 എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും താഴെയുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.